അമ്മ എനിക്കിത് സ്വപ്നമാണോ എന്ന് തന്നെ തോന്നുക. ഇപ്പം എനിക്ക് നല്ലവണ്ണം ശ്വാസം വിടാൻ പറ്റുന്നു. എനിക്കിപ്പം നല്ല ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. നമുക്ക് അതിൽ കൂടുതൽ മോളെ ഇങ്ങനെ തോളത്തെടുത്ത് മുറുകെ പിടിച്ചുകൊണ്ടാണ് ചേട്ടൻ അന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി വന്നത്. മോളോട് സംസാരിച്ചോ? എന്ത് പറയുന്നു? മോളോട് സംസാരിച്ച് മോളിപ്പോൾ ഹാപ്പിയായിട്ടിരിക്കുന്നു. വെള്ളം കുടിച്ച് പിന്നെ ഒരു ശകലം ആഹാരം കഴിച്ച്. ബിൽജിത്തിനെ അവരുടെ കുടുംബത്തെയൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. മോൻ മരിച്ചെങ്കിലും മോൻ്റെ അവയവം നമുക്ക് തരാൻ കാണിച്ച കുടുംബാംഗങ്ങൾക്ക് നമ്മൾ ഒരുപാട് നന്ദി പറയുന്നു. എന്താ ആവണി സംസാരിച്ചത് ആദ്യം കണ്ടപ്പോൾ? ആദ്യം എന്നെ കണ്ട ആദ്യം ചിരിച്ചു. അമ്മ എനിക്കിത് സ്വപ്നമാണോ എന്ന് തന്നെ തോന്നുക. ഇപ്പം എനിക്ക് നല്ലവണ്ണം ശ്വാസം വിടാൻ പറ്റുന്നു. എനിക്കിപ്പം നല്ല ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, മക്കൾക്ക് ഇതിന് മുമ്പ് ഇത്രത്തോളം ശ്വാസം വിടാൻ പറ്റുന്നില്ലായിരുന്നു? ഇല്ലമ്മ, എനിക്ക് അത്രത്തോളം ശ്വാസം കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് പഴയ പോലെയല്ല, നല്ലവണ്ണം ശ്വാസം കിട്ടുന്നുണ്ട്, നല്ലവണ്ണം സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ദൈവം സർവേശ്വരന്മാരോട് നമ്മൾ നന്ദി പറയുന്നു. അതിനുപരി നമ്മുടെ ബിൽജിത്തിൻ്റെ കുടുംബാംഗങ്ങളോട് നന്ദി പറയുന്നു. ഹോസ്പിറ്റലിന് ഡോക്ടേഴ്സിനോടും രാജീവ് സാറിനോടും എല്ലാവരോടും നമ്മൾ നന്ദി പറയുന്നു. ആവണിക്കിനി സ്കൂളിൽ പോകണം അല്ലേ? സ്കൂളിൽ പോകണം, എല്ലാം കളിക്കണം, ആ ഒരു സന്തോഷത്തിലാണ് എൻ്റെ കുഞ്ഞ് ജീവിക്കുന്നത്. പിന്നെ അവരുടെ വീട്ടിലൊന്ന് പോകണം എന്ന് ആഗ്രഹമുണ്ട്. പോകണം.